മഅ സാഇഹിൽ കുവൈത്തി, കുവൈത്തി ടൂറിസ്റ്റിൻ്റെ കൂടെ. സാഇഹ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ്. മഅ സാഇഹിൽ കുവൈത്തി, കുവൈത്തിയായ കുവൈത്തുകാരനായ ഒരു കുവൈത്തി ടൂറിസ്റ്റിൻ്റെ കൂടെ. കുവൈത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് ടൂർ വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ടൂറിസ്റ്റ് ഗൈഡ്, മലയാളിയായ ടൂറിസ്റ്റ് ഗൈഡ്. വസല അബ്ദുള്ള സാലിം അൽ കുവൈത്തി മഅ ആയിലതിഹി ഇല ഡൽഹി. അബ്ദുള്ള സാലിം, കുവൈത്തുകാരനായ അബ്ദുള്ള സാലിം തൻ്റെ കുടുംബത്തോടൊപ്പം ഡൽഹിയിലെത്തി. ലി സിയാറത്തി അൽ മആലിമി താരിഖിയ, ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി. അൽ മആലിമു താരിഖിയ, ചരിത്ര സ്മാരകങ്ങൾ, താജ്മഹൽ, ചെങ്കോട്ട പോലൊക്കെ ഉള്ള അല്ലേ. ഖിലാല ജൗലാത്തിഹി, തൻ്റെ ചുറ്റി സഞ്ചാരത്തിനിടെ റഅ നശറത്തൻ, ഒരു ബ്രോഷർ അദ്ദേഹം കണ്ടു. ഇതാണ് ബ്രോഷർ. എന്തിൻ്റെ, ആരുടെ ബ്രോഷർ? ലി വക്കാലത്തിൽ ഖിദ്മാത്തിൽ സഫരി വസിയാഹത്തി, ടൂറിസം ആൻഡ് ട്രാവൽ സർവീസ് ഏജൻസിയുടെ, അതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്, അവരുടെ ഒരു ബ്രോഷർ കണ്ടു. നമ്മളിവിടെ ട്രാവൽസ് പറയാറില്ല, ട്രാവൽസ് ഇല്ലേ, അതൊക്കെ പോലുള്ള സംഭവം. എന്തിനെ കുറിച്ചുള്ള ബ്രോഷറാണത്? അനിൽ ബർനാമജി സിയാഹി, ഒരു ടൂർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ബ്രോഷർ. ഫി കാശ്മീർ, കാശ്മീരിലേക്കുള്ള ഒരു ടൂർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ബ്രോഷറാണ് അദ്ദേഹം കണ്ടത്. ആ ബ്രോഷർ വായിച്ചു നോക്കാം. വക്കാലത്തുൽ ഖിദ്മാത്തിൽ സഫരി വസിയാഹ, ഇത് ആ സ്ഥാപനത്തിന്റെ പേരാണ്. അതിന്റെ അഡ്രസ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഷാരിഖ് മുനീർക്ക റോഡ്, ന്യൂഡൽഹിയിലെ. നല്ല പേരാണല്ലേ, മുനീർക്ക റോഡ്. സാഫിർ മഅന ഇല കാശ്മീർ, ഞങ്ങളുടെ കൂടെ കാശ്മീരിലേക്ക് യാത്ര പോകൂ. അർബഅത്തു ലയാലി വ ഖംസത്തു അയ്യാമിൻ, 4 രാത്രികളും 5 പകലുകളും. ഖിദ്മാത്തുന, ഞങ്ങളുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? അൽ ഇസ്തിഖ്ബാലു മിനൽ മത്താരി വത്തൗദിഅ, എയർപോർട്ടിൽ വെച്ച് എന്ത് ചെയ്യും? പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയാൽ മതി, അവർ വന്ന് നമ്മളെ സ്വീകരിക്കുകയും പിന്നെ ടൂർ കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് അവർ നമ്മളെ വണ്ടിയിൽ കൊണ്ടുവന്ന് വിടുകയും ചെയ്യും. അതാണ് അൽ ഇസ്തിഖ്ബാലു വത്തൗദിഅ മിനൽ മത്താർ. ഇഖാമത്തുൻ ഫി മുൻതജഅത്തി 5 നുജൂമിൻ ഫാഖിറ, ആഡംബരപൂർണമായ 5 സ്റ്റാർ റിസോർട്ടുകളിൽ താമസം. ഇഖാമത്ത്, താമസം. ഫി മുൻതജഅത്ത്, റിസോർട്ടുകളിൽ. ഏത് റിസോർട്ടുകൾ? 5 നുജൂം, 5 സ്റ്റാർ. ഫാഖിറ, ആഡംബരപൂർണമായ. ലക്ഷറി 5 സ്റ്റാർ ഹോട്ടൽസ്, 5 സ്റ്റാർ റിസോർട്ട്. തനക്കുലാത്ത് മാ സയ്യാറത്തി വസായിഖിൻ ഖാസിൻ, നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു കാറും ഒരു ഡ്രൈവറും, ഒരു പ്രൈവറ്റ് കാറും ഡ്രൈവറും ഉണ്ടാകും. അൽ ഫത്തൂർ മിൻ ജമീഅൽ ഫനാദിഖ് വൽ മുൻതജഅത്ത്, എല്ലാ റിസോർട്ടുകളിലും എല്ലാ ഹോട്ടലുകളിൽ നിന്നും ഫത്തൂർ, ബ്രേക്ക്ഫാസ്റ്റ്. കാമിലുൽ ദറായിബ്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ ടാക്സും അടങ്ങിയതാണ് ഈ പ്രോജക്റ്റ്. അൽ ജൗലാത്തു സിയാഹിയത്ത് ഫി ജമീഇൽ മനാത്തിക്, എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് സഞ്ചാരം, എല്ലാ സ്ഥലങ്ങളും ചുറ്റി സഞ്ചരിക്കും. തൗഫീറുൽ മുർഷിദ് സിയാഹി, ഒരു ടൂറിസ്റ്റ് ഗൈഡിന്റെ സേവനം, ടൂറിസ്റ്റ് ഗൈഡിനെ ലഭ്യമാക്കും. ഫി ജമീഇൽ വിജിഹാത്ത് സിയാഹിയ, ടൂർ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഗൈഡ് കൂടെ ഉണ്ടാകും. ഗൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥലം അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ലി മസീദ് മിന തഫാസിൽ, ഫോർ മോർ ഇൻഫർമേഷൻസ്, അതാണ് ലി മസീദ് മിന തഫാസിൽ, കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇവരുടെ ഈ ഏജൻസിയുടെ പേര് അവിടെ കൊടുത്തു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? അൽ ബാലിഗ് മീൻസ് മുതിർന്നവർക്ക് എത്ര രൂപയാണ് ഇതിൻ്റെ പൈസ? 25,000 അല്ലേ, റൂബിയ ഹിന്ദിയ, 25,000 ഇന്ത്യൻ റുപ്പീസ്. കുട്ടികൾക്കാണെങ്കിലോ 10,000. ഓക്കെ, അത്തിഫില് കുട്ടി. അങ്ങനെ ഇദ്ദേഹം അവരെ ബന്ധപ്പെട്ടു, എന്നിട്ട് അവരുടെ ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ വസല ആദിലുൻ ഇലൽ ഫുന്ദുഖി, അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ആദിൽ വന്നു. ആരാണ് ആദിൽ? ആദിലാണ് നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ്. ആ ഹോട്ടലിലേക്ക് എത്തി. ഇസ്തിഖ്ബാലി അബ്ദുള്ള സാലിമിനെ സ്വീകരിക്കാൻ വേണ്ടി. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. ആദിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുള്ള സാലിം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്മുക അൻത, നിങ്ങളുടെ പേരെന്താണ്? ആദിൽ, അന ആദിൽ, ഞാൻ ആദിലാണ്.
മുർഷിദുൻ സിയാഹിയൻ റസ്മിയുൻ മിൻ വക്കാലത്തിൽ ഖിദ്മാത്തിൽ സഫരി വസിയാഹത്തി ബി ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽ സർവീസ് ഏജൻസിയുടെ ഒഫീഷ്യൽ ഗൈഡാണ്, ഒഫീഷ്യൽ ടൂറിസ്റ്റ് ഗൈഡാണ് ഞാൻ. മുർഷിദുൻ സിയാഹിയൻ, ടൂറിസ്റ്റ് ഗൈഡ്. അബ്ദുള്ള സാലിം, ആദിലെ മതാ നതവജ്ജഹു ഇലാ കാശ്മീർ. നമ്മളെപ്പോൾ കാശ്മീരിലേക്ക് തിരിക്കും? തവജ്ജഹ, തിരിക്കുക. നമ്മളെപ്പോൾ കാശ്മീരിലേക്ക് പോകും? അതിൽ ബാദ ഖലീലിൻ, കുറച്ച് കഴിഞ്ഞാൽ, ഇൻഷാ അല്ലാഹ്. നെഹ്ന ഫിൻതിലാരി സയ്യാറ, നമ്മൾ കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നെഹ്ന ഫിൻതിലാർ, വി ആർ വെയിറ്റിംഗ് ഫോർ ദ കാർ. കൈഫ കാനത്ത് സിയാറത്തുക ഫി മദീനത്തിൽ ഡൽഹി. ഡൽഹി പട്ടണത്തിലുള്ള താങ്കളുടെ ടൂർ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ അദ്ദേഹം പറയുന്നു, റായത്തുൻ ജിദ്ദൻ, വളരെ മനോഹരമായിരുന്നു. തമത്തായന കസീറൻ ബിൽ ആസാരിൽ ഹിന്ദിയ, ഇന്ത്യയുടെ സ്മാരകങ്ങളൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. തമത്തായന, ഞങ്ങൾ ആസ്വദിച്ചു, കസീറൻ, ധാരാളം ആസ്വദിച്ചു, ബിൽ ആസാരിൽ ഹിന്ദിയ, ഇന്ത്യൻ സ്മാരകങ്ങളെയൊക്കെ. താജ്മഹലും മറ്റും കണ്ടിട്ടുണ്ടാകും. യാ ആദിലെ കൈഫ തസ്തതിഉ അൻ തതഹദ്ദസ ബിൽ അറബിയത്തി ബിശക്ലിൻ ഫസീഹിൻ. ഇത്രയും നന്നായി താങ്കൾക്ക് എങ്ങനെ അറബി സംസാരിക്കാൻ കഴിയുന്നു? കൈഫ തസ്തതിഉ, താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു, അൻ തതഹദ്ദസ, സംസാരിക്കാൻ, ബിൽ അറബിയ, അറബി ഭാഷ, ബിശക്ലിൻ ഫസീഹിൻ, വജാലമായ രൂപത്തിൽ, നല്ല ഒഴുക്കിൽ അറബി ഭാഷ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു? ആദിൽ പറയുന്നു, യാ സയ്യിദി, സാറേ, അന ദാരിസുൻ ഫി സനത്തി അന്നിഹായിയത്തി ലിൽ മാജിസ്റ്റർ. ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അന ദാരിസുൻ, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഫി സനത്തി നിഹായിയത്തി, ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ലിൽ മാജിസ്റ്റർ, മാസ്റ്റർ ഡിഗ്രി, MA അല്ലേ, അതിൻ്റെ PG, അതിൻ്റെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഏത് മാജിസ്റ്റർ ആണ്? ഫിലോത്തിൽ അറബിയ വാദാബിഹ, അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ MA സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ബിജാമിയത് ജവഹർലാൽ നെഹ്റു ബി ന്യൂഡൽഹി, ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, JNU അല്ലേ, JNUവിലെ ഫൈനൽ ഇയർ MA അറബിക് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അറബി സംസാരിക്കാൻ കഴിയുന്നത്. അബ്ദുള്ള സാലിം, മുംതാസ്, എക്സലന്റ്. മാ റഅയ്തു താലിബൻ ഹിന്ദിയൻ, ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെയും ഞാൻ കണ്ടിട്ടില്ല. യുജീദു ലോകത്തൽ അറബിയത്തെ മിസ്ലക, താങ്കളെ പോലെ അറബി നന്നായി സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെയും ഞാൻ കണ്ടിട്ടില്ല. മത ബദഅത തഅല്ലുമ ലോകത്തിൽ അറബിയ, താങ്കൾ എപ്പോഴാണ് അറബി ഭാഷ പഠിക്കാൻ തുടങ്ങിയത്? അതിൽ ബദഅതു തഅല്ലുമ ലോകത്തിൽ അറബിയത്തി മുൻദു തുഫൂലത്തി ബിവിലായത്ത് കേരള, കേരളത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അറബി ഭാഷ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബദഅതു, ഞാൻ തുടങ്ങിയ തഅല്ലുമ ലോകത്തിൽ അറബി ഭാഷ പഠിക്കാൻ മുൻദു തുഫൂലത്തി, എൻ്റെ ചെറുപ്പം മുതൽ തന്നെ, ബിവിലായത്തി കേരള, കേരളത്തിൽ വെച്ച്. അബ്ദുള്ള സാലിം, മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീ സഅയിക, താങ്കളുടെ പരിശ്രമത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓക്കെ, ഇനി ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഇല ഐന യതവജ്ജഹു സാഇഹുൽ കുവൈത്തി, സാഇഹുൽ കുവൈത്തി എങ്ങോട്ടേക്കാണ് തിരിക്കുന്നത്? യതവജ്ജഹു സാഇഹുൽ കുവൈത്തി ഇല കാശ്മീർ, കാശ്മീരിലേക്കാണ് അവർ പോകുന്നത്. മാതാ യൻതളിറു ആദിലും വസാഇഹുൽ കുവൈത്തി, ആദിലും സായിഹുൽ കുവൈത്തിയും എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? യൻതളിറു സയ്യാറത്ത, അവര് കാറാണ് വെയിറ്റ് ചെയ്യുന്നത്, കാറിനെ കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പോഴാണ് അവർ സംസാരിച്ചത്. കൈഫ അസ്ബഹ ആദിലുൻ ഫസീഹൻ ഫിൽ ലോകത്തിൽ അറബിയ, ആദിൽ എങ്ങനെ അറബി ഭാഷയിൽ ഫസീഹ്, വാചാലനായി തീർന്നു, അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളായി തീർന്നത് എങ്ങനെയാണ്? ലിഅന്നഹു ദറസൽ അറബിയ ഫിൽ മദാരിസി വൽ കുല്ലിയാത്ത്, അല്ലേ, അദ്ദേഹം കോളേജിലും സ്കൂളിലൊക്കെ അറബി ഭാഷ പഠിച്ചു, അതുകൊണ്ടാണ്. ജാഅത്ത് സിയാറത്തു, അങ്ങനെ കാർ വന്നു. വശറഅത്തി അർരിഹലത്തു, റിഹില തുടങ്ങി, യാത്ര തുടങ്ങി. ബഅദ റിഹിലത്തി, യാത്രയ്ക്ക് ശേഷം. ബഅദ റിഹിലത്തി ത്വവീലത്തി, ദീർഘമായ യാത്രയ്ക്ക് ശേഷം. വസലു ഇലാ കാശ്മീർ, അവർ കാശ്മീരിലെത്തി. നുറാജി ഉന്നസവനുക്കുമിൽ, ഇനി നമുക്കിവിടെ പൂരിപ്പിക്കാം. ആദിലിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്. ആദിലുൻ ദാരിസുൽ മാജിസ്തീർ ഫിലോത്തിൽ അറബിയ വാദാബിഹ, ആദിൽ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ മാജിസ്തീർ, മാസ്റ്റർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ബിജാമിയത്ത് ഡാഷ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ബിജാമിയത്ത് ജവഹർലാൽ നെഹ്റു, അല്ലേ. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്നെവിടെ എഴുതുക. ഹുവ യതഹദ്ദസു ഡാഷ് ജയ്യിദൻ, ഹുവ യതഹദ്ദസു, അവൻ സംസാരിക്കുന്നു, ഡാഷ് ജയ്യിദൻ, നന്നായിട്ട് അവൻ എന്താ സംസാരിക്കുന്നത്? അൽ അറബിയത്ത, ഹുവ യതഹദ്ദസുൽ അറബിയത്ത ജയ്യിദൻ, അവൻ നന്നായി അറബി സംസാരിക്കുന്നു, അല്ലെങ്കിൽ അൽ ലോകത്തൽ അറബിയത്ത എന്നും എഴുതാം. ബദഅ യതഅല്ലമുഹ മുൻദു ഡാഷ്, ബദഅ യതഅല്ലമുഹ, അവൻ ബദഅ തുടങ്ങി, യതഅല്ലമുഹ, അത് പഠിക്കാൻ തുടങ്ങി. തഅല്ലമ എന്ന് പറഞ്ഞാൽ പഠിച്ചു. ബദഅ യതഅല്ലമുഹ, അവൻ അത് പഠിക്കാൻ തുടങ്ങി. ഏത്? ബദഅ യതഅല്ലമുൽ അറബിയ, അവൻ അറബി ഭാഷ പഠിക്കാൻ തുടങ്ങി. മുൻദു ഡാഷ്,
മുതൽ, മുന്തു മീൻസ് മുതൽ. ഏത് മുതൽ? അവന്റെ ചെറുപ്പം മുതൽ. മുൻതു സിഗരിഹി അല്ലെങ്കിൽ മുൻതു തുഫൂലത്തിഹി, അവന്റെ ചെറുപ്രായം മുതലേ. യഅമലുക ഡാഷ്, യഅമലുക മുർഷിദിൻ സിയാഹിയിൻ. യഅമലു അവൻ ജോലി ചെയ്യുന്നു, ക മുർഷിദിൻ സിയാഹിയിൻ ഒരു ടൂറിസ്റ്റ് ഗൈഡായിക്കൊണ്ട്. എന്തിന്റെ, ഏത് ഏജൻസിയിലെ? ലി വക്കാലത്തി ഡാഷ്, ആ വക്കാലത്തിന്റെ പേരവിടെ എഴുതുക. വക്കാലത്തിൽ ഹിദ്മാത്തി എന്താന്ന് പറഞ്ഞാൽ ലി സഫരി വൽ വസിയാഹ അല്ലെ, അതവിടെ എഴുതുക. ന്യൂഡൽഹിയിലെ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽ സർവീസ് ഏജൻസിയുടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്.